ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞങ്ങൾ നമ്മുടെ യൂസഫ് അലി സാറിന്റെ കട വരെയൊക്കെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പൊ കുട്ടി പർച്ചേസിംഗ് ഉണ്ട്. കൂട്ടത്തില് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ Q&A ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ എന്തായാലും ആൻസർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നല്ല, അതിൽ കൂടുതൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ആൻസർ ചെയ്തിട്ട് പോവാം. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ഇതൊക്കെ വീഡിയോയിലൂടെ ഹയാസെ അതെ ഹയാസെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഹയാസിനെ വഴക്കൊന്നും പറഞ്ഞില്ല. ഹയാസ് പെട്ടെന്ന് വന്ന് ഡോറ് തുറന്നതാണ്. ഹംനാനെ ഞാൻ വണ്ടിയിൽ കയറ്റി ഇരുത്തേക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഡോറ് തുറക്കലും ഹംന ഡോറും വെച്ച് ആര് നിക്കായിരുന്നു ഒരു വീഴ്ച വീട്. അപ്പൊ ഹയാസിനെ നമ്മള് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹയാസ് അപ്പൊ തന്നെ കാരണം അതങ്ങോട്ട് തീരും. ഇത് വഴക്ക് പറഞ്ഞില്ല. അപ്പൊ അത് കാരണം ഹയാസിന് എങ്ങനെയെങ്കിലും വഴക്ക് കിട്ടണമല്ലോ. അതിങ്ങനെ ചോദിച്ചു നടക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് വായിക്കട്ടെ ഞാൻ ക്വസ്റ്റ്യൻസ്. ഇക്കാക്ക് ആൻസർ ചെയ്യോ? ഇക്കാക്ക് ഭയങ്കര നാണോണെന്ന് ആൻസർ ചെയ്യാനായിട്ട് ആണെങ്കിൽ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്താ ഇപ്പൊ ചോദിക്കാ? എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടിയല്ലേ ഞാൻ Q&A ഇട്ടത്. അത് നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ഷെബീർ അനു എന്ന് പറഞ്ഞൊരു പ്രൊഫൈലാണ്. ഷെബീർ അനു. നമുക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ ഏതൊരു വീഡിയോ ഇട്ടാലും അതിലെല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജി എങ്കിലും കമന്റ് ആയിട്ട് ഇടും കേട്ടോ. നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബർ ആണ്, കട്ട സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബർ ആണ്, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പൊ എന്താ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അടുത്തത്, ലവ് സ്റ്റോറി പ്ലീസ്. ലവ് സ്റ്റോറി ഇപ്പൊ പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്തേ നിക്കുന്നു ഇവിടെ നല്ല സൺ കിസിംഗ് ആയിട്ടുള്ള ഇതല്ലേ ഹേസേ. നന്നായിട്ട് വെയിലടിക്കണോണ്ട് വീഡിയോക്ക് ഭയങ്കര ക്ലാരിറ്റി. അപ്പൊ അത് പിന്നെ പറയാം അല്ലേ? ഓക്കെ എന്നൊക്കെ ഹയാസ്. ഇനി അടുത്തത്, ഈ ഒരു ക്വസ്റ്റിനെ പറ്റിയാണ് എനിക്ക് ഒന്ന് രണ്ട് പറയാനുള്ളത്. അന്യമിന്നിക്കാൻ ഞങ്ങളല്ല, വീഡിയോയിൽ കൂകി പറയുന്നുണ്ടല്ലോ, പിന്നെ എന്താ അന്നോട് ചോദിക്കാൻ? ഫസി ETP എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് കേട്ടോ. ആളുടെ പ്രൊഫൈല് ഈ ഒരു കമന്റ് വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എല്ലാ കമന്റിലും പുള്ളിക്കാരി ചെയ്തേക്കുന്ന കമന്റ്സ് എല്ലാം നമുക്ക് പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാണോ ഫസി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാനാണ് കേട്ടോ. ആ ഒരു പ്രൊഫൈലിൽ നിന്ന് നമുക്ക് വന്നേക്കുന്ന എല്ലാ കമന്റ്സും നെഗറ്റീവ് കമന്റ്സ് ആണ്. അപ്പോ ഇത്രയും നെഗറ്റീവ്സ്, അതായത് ഒരു വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മിനിമം 10 പ്രാവശ്യമൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. ഈ 10 പ്രാവശ്യം വീഡിയോ കാണുന്നത് പോലെ അതിൽ നിന്ന് ഏത് പോയിന്റിൽ നിന്ന് നെഗറ്റീവ് പറയാന്ന് നോക്കിയിട്ടാണ് ഈ നെഗറ്റീവ് കമന്റ് ചെയ്തോണ്ടിരിക്കണത്. ആരാ എന്നോട് വീഡിയോ ഇടാൻ പറഞ്ഞത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് ഫുൾ കമന്റ്സ് വന്നോണ്ടിരിക്കണത്. ഫസ്റ്റ് തിങ് ഞാൻ പറയാം, താല്പര്യം ഇല്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോ അങ്ങനെ ചെയ്യാം. പറയട്ടെ, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കില് ഒബ്വിയസ്ലി ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങിയപ്പോ എനിക്കറിയാം എല്ലാവരും കൂടി എന്നെ പോസിറ്റീവ് കൊണ്ട് നിറച്ച് എല്ലാവരും കൂടി എന്നെ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന ഉള്ളത് മാത്രല്ല എന്റെ ഉള്ളിലുള്ളത്. എനിക്കറിയാം ഒബ്വിയസ്ലി പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. അപ്പൊ നിങ്ങള് എന്ത് കമന്റ് ചെയ്താലും എന്നെ കൊണ്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും കമന്റ്സ് ഒക്കെ റീഡ് ചെയ്യാനായിട്ട്. മാക്സിമം ഞാൻ എല്ലാവരെയും കമന്റ്സിന് റിപ്ലൈ തരാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ആ ഇഷ്ടത്തിൽ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഏത് വീഡിയോ ആയിക്കോട്ടെ, അതൊരു 1 മിനിറ്റ് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അത്രയും ഞാൻ എഫേർട്ട് എടുത്ത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. സോ നിങ്ങളപ്പോ അതിനൊരു ലൈക്ക് തരാം അല്ലെങ്കിൽ അതിനൊരു കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വലിയൊരു കാര്യമാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ അതില് പോസിറ്റീവ്സ് പറഞ്ഞാലും നെഗറ്റീവ്സ് പറഞ്ഞാലും ഇൻ കേസ് സജഷൻസ് ആയിക്കോട്ടെ, അഡ്വൈസ് ആയിക്കോട്ടെ, എന്താണ് അതൊന്നും എടുത്തു കൊടുത്തേടാ. അപ്പൊ സജഷൻസ് ആയിക്കോട്ടെ, അഡ്വൈസ് ആയിക്കോട്ടെ, എന്ത് പറഞ്ഞാലും അതെല്ലാം ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അതെല്ലാം റീഡ് ചെയ്യാനും അതിന് റിപ്ലൈ തരാനും ഒക്കെ. അപ്പോ നിങ്ങൾക്ക് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ കമന്റ് ചെയ്യാനായിട്ടുള്ള റൂൾസ് ഉണ്ട്. എന്താ ഞാനേ ഒന്ന് ഫോൺ വെച്ചു കൊടുക്കട്ടെ ഹംന ഭയങ്കര കരച്ചിൽ, അല്ലെങ്കിൽ വീഡിയോ കണ്ടില്ല. അപ്പൊ ഹംനാന് ഞാൻ ഫോൺ കൊടുത്ത് സൈഡ് ആക്കിയിട്ടുണ്ട്. സൗണ്ട് കൂട്ടരുത് കേട്ടോ ഒട്ടും ഹയാസെ.
സൗണ്ട് കൂട്ടിയാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പൊ അതാണ്. അപ്പൊ പോസിറ്റീവ്സ് വന്നാലും നെഗറ്റീവ്സ് വന്നാലും ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോ അത് എക്സ്പെക്ട് ചെയ്യാ. ഇത്രയും നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാര് ഇപ്പോ ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിന് നെഗറ്റീവ് മാത്രം കമന്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാര് സ്കിപ്പ് ചെയ്യലല്ലേ നല്ലത്. വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞാൻ ഇക്കാക ഒഴിച്ച് അപ്പുറത്തേക്കുള്ള ആളുകളിലേക്കുള്ള നെഗറ്റീവ്സ്, അങ്ങനെ എനിക്ക് പൊതുവെ നെഗറ്റീവ്സ് ഭയങ്കര കുറവാണ് വരുന്നത്. എന്നാലും ഞങ്ങള് രണ്ടുപേരും ഒഴിച്ച് ബാക്കി അപ്പുറത്തേക്ക് വരുന്ന നെഗറ്റീവ്സ് വന്നപ്പോ ഞാൻ ആ അക്കൗണ്ട്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇക്കാക എന്റെ അടുത്ത് പറയട്ടെ അത് ബ്ലോക്ക് ഒന്നും ചെയ്യേണ്ടത്, അവിടെ കിടന്നോട്ടെ, ആ നെഗറ്റീവ്സിൽ നിന്ന് നമുക്ക് പോസിറ്റീവ്സ് വരും എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി അപ്പുറത്തേക്ക് ഞങ്ങൾ രണ്ടുപേരിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പോ ഫാമിലിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കത് പെട്ടെന്ന് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ ഞാൻ അങ്ങനത്തെ സംഭവം വേണ്ടെന്നുള്ള ഇതില് ആ അക്കൗണ്ട്സ് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ആ കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ എനിക്ക് നിവർത്തില്ലാണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പോസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്ത് നോക്കിയാല് പ്രീവിയസ് പോസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും ഇപ്പോ നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് നല്ലതല്ലായിരിക്കാം, അതിലും ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവാം. സോ നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യാം. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം വീഡിയോ. എന്താ ഈ ഒരു കമന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഈ ഒരു കമന്റാണ് നമുക്ക് കൂടുതലായിട്ടും റിയാക്ട് ചെയ്യാനായിട്ടുള്ളത്. കാരണം കൊറേ ആയി, ഇനിയും പറഞ്ഞില്ലെങ്കിൽ എന്താ പറയാ അല്ലേ? അഹങ്കാരമൊന്നുമില്ല, അതെ, നമ്മളൊരു ഫാമിലി വ്ലോഗായിട്ട് പക്ക ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗിംഗ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഫാമിലിയിൽ നമുക്ക് ഉള്ള ഹാപ്പി മൊമെന്റ്സ് അത് മാത്രമാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡേ കൂടെ എന്താ പറയാ, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ തളരില്ല, അത് വേറൊരു കാര്യം. എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ എത്ര നാള് വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ അത്രയും നാള് എന്തായാലും ഞാൻ വീഡിയോ ഇടും. അതിന് പിന്നെ വേണ്ട വീഡിയോ ഇടണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇക്കാക പറയണം നീ ഇനി വീഡിയോ ഇടണ്ട നിർത്തിക്കൂന്ന് അല്ലേ ഇക്കാക? അല്ലാതെ നമ്മളെന്തായാലും ഈ ഒരു ഇതൊരു പ്രൊഫഷനായിട്ട് ഞാൻ ചൂസ് ചെയ്തേക്കുന്നതാണ്. ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഫാമിലിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ മക്കളെ റൂമിൽ നിന്ന് ഔട്ട്സൈഡ് ആക്കിയിട്ടാണ് വോയിസ് ഓവർ ചെയ്ത് 1 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ ഇടുന്നത്. അതെന്താ പറയാ, അപ്പൊ ചോദിക്കും ഇത്ര എഫേർട്ട് എടുത്തിടണം എന്തിനാ? ഇതൊക്കെയാണ് അവരുടെ ആ ഒരു നെഗറ്റീവ് ഇടുന്ന ആള് പറയണ, എന്നോട് ആരോ വീഡിയോ ഇടാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ആ ഒരു പുള്ളിക്കാരി അല്ല, ആ ഒരു അക്കൗണ്ട് പറയണത് എന്നോട് ആരോ വീഡിയോ ഇടാൻ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതൊരു അഹങ്കാരം പറയണതല്ല. നമുക്ക് നമ്മളുടെ ഒരു ഒപ്പീനിയൻ പുറത്തോട്ട് പറയുമ്പോൾ അതൊരു അഹങ്കാരിയൊക്കെ ആയിട്ട് മാറാം. പക്ഷെ എന്തായാലും അഹങ്കാരമായിട്ട് പറയണതല്ല. ഞാൻ അത്ര എഫേർട്ട് എടുത്ത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൊണ്ടിട്ട് പലപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പൊ മക്കൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇക്കാക അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫാമിലിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്നെ സഹിക്കുക എന്നതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട്, ഈ 1 മിനിറ്റ് വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തു വരുമ്പോ ഒരു 20-25 മിനിറ്റ് ഒക്കെ ആവാറുണ്ട്. ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ അത് ഞാൻ ഇഷ്ടത്തോടു കൂടി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതില് ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കുക. അല്ലാതെ തീരെ നിവൃത്തിയില്ലാതെ എല്ലാത്തിലും കേറിയിട്ട് അത് ഒരു വീഡിയോ ഒരു 10-15 പ്രാവശ്യം മിനിമം ഇരുന്ന് കണ്ടിട്ടാണ് ഈ ഇരുന്ന് ചെയ്യണത്. അതിന് ഏതെങ്കിലും ഒരു വേർഡ് കണ്ടുപിടിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യുന്നതല്ലേ ബെറ്റർ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വീട് ആലുവയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട് ആലുവയിലാണ്. ആലുവ ടു വരാപ്പുഴ റൂട്ട്. ആലുവ ടു വരാപ്പുഴ റൂട്ടില് കരിങ്ങാന്തുരുത്താണ് ഇക്കാന്റെ വീട്. പാനായിക്കുളത്താണ് എന്റെ സ്വന്തം വീട്. നമ്മുടെ രണ്ടുപേരെ റൂട്ട് സെയിം ആണ് അല്ലെ, ആലുവ ടു വരാപ്പുഴ റൂട്ട്. അപ്പൊ മോസ്റ്റ്ലി നിൽക്കുന്നത് ഇക്കാന്റെ വീട്ടിൽ തന്നെയാണ്. എന്റെ വീട്ടില് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ കാണിക്കാറില്ലേ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെന്താ ചോദിച്ചെന്നറിയോ? ഫോൺ അവളുടെ അല്ല, ഞാനിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നമ്മുടെ ഓഫീസിനെ പറ്റിയിട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ, ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നപ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയാൻ പാടില്ലായിട്ടാണല്ലോ ചോദിക്കുന്നത്. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്ക വീഡിയോസിലും താഴെ കമന്റ് ആയിട്ട് വരാറുണ്ട് ഓഫീസിൽ പോകണതിന്റെ വീഡിയോസില്. അപ്പോ ഇക്കാക ബിസിനസ് ആണ് ചെയ്യുന്നത്. പക്ക ഒരു ഓട്ടോമൊബൈൽ സർവീസ് സെന്റർ ആണ്. ലൊക്കേഷൻ വരുന്നത് ആലുവ പറവൂർ റൂട്ടിൽ മാളികമ്പീടിക എന്ന് പറയും. കറക്റ്റ് എക്സാക്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാ? ഓപ്പോസിറ്റ്
വണ്ടി ഓടിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഓപ്പോസിറ്റ് ടാറ്റ മോട്ടോഴ്സ് ആണ്. അപ്പൊ കുറെ പേരൊക്കെ കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ, എന്നെ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ. അപ്പൊ കണ്ടു എന്ന് പറയുന്നവര് ഇന്നലെയും കൂടി എന്നെ നീർക്കോടുന്ന് പാസ് ചെയ്ത് പോണ കണ്ടു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കണ്ടു എന്ന് പറയുന്നവര് എന്റെ അടുത്തേക്ക് ഒന്ന് വരാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. എനിക്ക് സന്തോഷമാണല്ലോ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കാണാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോ. ഒരു മിഠായിയൊക്കെ വാങ്ങിച്ചായോ അല്ലേ, ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പൊ എന്തായാലും കേക്കാവും കണ്ടോ, ഇപ്പൊ വൈകുന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ മാളികംപേടിക. ഞാനൊരു രാവിലെ ഒരു 11-11:30 ഒക്കെ തൊട്ട് ഈവനിങ് ഒരു 5-5:30 വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒറ്റയ്ക്കാണ് പോക്കും വരവെന്നുണ്ടെങ്കിൽ, അല്ല ഇക്കാന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് വരാറുള്ളൂ. അപ്പൊ അതൊക്കെയാണ് കോമൺ ആയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്, വീടിന്റെയും അതുപോലെ ഓഫീസിന്റെ. പിന്നെ നിങ്ങൾ കാണുന്നവരൊക്കെ തന്നെ നമ്മുടെ ഫാമിലിയില് പറ്റിയിട്ടും ഓൾറെഡി അതിനെ പറ്റിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്ര ക്വസ്റ്റ്യൻസ് വരാറില്ല. പിന്നെ ഉള്ളത് ഹയാസിന്റെ വരാറുണ്ട്. ഹയാസ് എത്രയിലാണെന്നുള്ളത്. ഹയാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അല്ലേ. അതൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഉള്ളത് നമ്മുടെ ഡെലിവറി സ്റ്റോറിനെ പറ്റിയിട്ടാണ്, ഇക്കാന്റെ എക്സ്പീരിയൻസ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലേ. മറന്നു എന്നൊക്കെ. ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ 2 കുളന്തകളുണ്ട്. അപ്പൊ നമ്മളിനി ലുലുവിലേക്ക് പോവാണ്. ക്യൂആൻഡ് ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കേ ദാഹിച്ചിട്ട് കേട്ടോ. അപ്പൊ വേഗം കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാന്ന് ഓർത്തു. ലുലുവിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതുകൊണ്ടേ നമുക്ക് ഹൈപ്പറിലേക്ക് ആയിരിക്കും. അപ്പൊ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും, ബ്ലോക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫ്രണ്ട് എത്തുമ്പോഴേക്കും ഹംന അതേ ഉറങ്ങിയിട്ടാ. ഹംന വീഴ്ചയും അതൊക്കെ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ സിമ്പിൾ ആയിട്ട് വന്നിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഹംനയുടെ പാലുകൂടി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കാര്യമായി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൊച്ചിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എനിക്കാണെങ്കിലും ഭയങ്കര വിഷമമാണ് പാലുകൂടി നിർത്തുന്നതിന്റെ ആ ഒരു എന്താ പറയാ. ഈ 2 years ആയിട്ട് നമ്മള് ഫീഡിങ് ആണല്ലോ. ഇനിയിപ്പോ ഇവള് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉറങ്ങാനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ശീലിപ്പിക്കണം ആ ഒരു സ്റ്റേജ്. ഹയാസിന്റെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ചെറിയ രീതിയിലൊക്കെ ഒരു എന്താ മറ്റേ കറ്റാർവാഴയുടെ ചെല്ലൊക്കെ പരത്തി അങ്ങനെയൊക്കെ സെറ്റില് അവന്റെ അങ്ങോട്ട് മാറിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരത്തി പേടിപ്പിച്ച് നിർത്തുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മളുടെ സാഹചര്യം വെച്ചിട്ട് പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും അതിന്റെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ പൊതുവെ ഇപ്പൊ ഡേ ടൈമില് നമ്മള് പാല് കുടിക്കാൻ കൊടുക്കല് കുറവാണ്. അപ്പൊ ആ ഒരു വിഷമുണ്ട് ഹംനാക്ക്. ഇപ്പൊ ഉറങ്ങിയിട്ട് ഇപ്പൊ തന്നെ തളർന്ന് ഉറങ്ങിയതാണ്. കാരണം ഇന്നിപ്പോ എഴുന്നേറ്റിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല, ഇത്രയും നേരമായില്ലേ. അപ്പയും ഹയാസും കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എനിക്ക് വെള്ളമെന്ന് പറയുന്നത് അവരെന്താന്ന് അറിയൂടെ. ഹയാസിന് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുന്നത്. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. എനിക്ക് തോന്നുന്നു നെയ്ച്ചോറൊക്കെ കഴിച്ചു തന്നെയാണെന്ന് തോന്നുന്നത്. ഭയങ്കര ദാഹം, ക്യൂആൻഡ് എടുത്തിട്ടുള്ള ദാഹം ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. ഇക്കാക്കെ ഹയാസും കൂടിയിട്ട് ബേക്കറി കയറി കാര്യമായി നോക്കുന്നുണ്ട്. എനിക്കുള്ള സർബത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇക്കാക്ക് ഒരു ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹയാസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കുള്ള സർബത്തും കൊണ്ട് ഇക്കാക്ക വരുന്നുണ്ട്. നമ്മുടെ ക്യൂആൻഡേല് ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതും കൂടി ആൻസർ ചെയ്യാം. വോയിസ് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാമോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഓരോ വീഡിയോ എടുക്കുന്നതിന് മുന്നേ വീഡിയോ എങ്ങനെ വരണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും വോയിസ് ചെയ്യുന്നത്. വെള്ളം കുടിക്കാൻ കയറി എടുത്തുന്ന ഹയാസ് പൊട്ടാറ്റോ ചിപ്സ് വെച്ചതാണ്. വേണ്ട, എനിക്ക് ഒരു ടേസ്റ്റ് ഇല്ല. ഹംന നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ട്രോളി എടുത്താ നമുക്ക്. അയ്യോ, മറ്റൊരു ടർക്കി എടുത്താൽ മതിയായിരുന്നല്ലേ ട്രോളില് വിരിച്ചിട്ട് എടുത്തായിരുന്നു. ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ലുലുവിൽ എത്തിയിട്ടുണ്ട്. 5 മണിയായിട്ടുള്ളൂ. ഇങ്ങനെ പാർക്കിങ്ങിലായതുകൊണ്ടാണ് കേട്ടോ ഇരുട്ട് ഫീൽ ചെയ്യണത്. ഹംന ഇറങ്ങി, ബാക്കിൽ ഹയാസ് ഇറങ്ങി. ഇങ്ങനെ കേറ്റാനായിട്ട് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നല്ലേ, കുറച്ച് വണ്ടിയുടെ ട്രാഫിക്. വണ്ടിയുടെ അല്ലാണ്ട് പിന്നെ എന്തിന്റെയാണല്ലേ ട്രാഫിക്. എന്തൊക്കെ പൊട്ടത്തരം നിങ്ങളുടെ ഭാര്യ പറയണത്. ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധിന്ന് വിളിക്കായിരുന്നു. ഇത് സ്ഥിരം ഡയലോഗാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തി ഗൈസ്. പാർക്കിങ് വേഗം കിട്ടി. ഇനിയിപ്പോ 2 കൊളന്തമണികളെയും പെറുക്കി എടുത്തിട്ട് വേണം നേരെ എങ്ങടെ ആദ്യം ഹൈപ്പറിലേക്ക് അല്ലേ.
നീ പോയിട്ട് ഞാനിവിടെ ഇരിക്കാം. ഇക്കാ പിള്ളേരെ കൊണ്ട് ഇവിടെ ഇരിക്കോ? ഞാൻ ഒറ്റക്ക് പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട് വരട്ടെ. എങ്ങനെ ഇരിക്കുമല്ലേ? ചലഞ്ച്. എത്ര സമയം? 10 മിനിറ്റ്. വാ വാ, ആ മലബാർ ഗോൾഡിൽ കയറിട്ട് വരാം 10 മിനിറ്റ് കൊണ്ട്. ജ്വല്ലറി മാത്രം അല്ല. അപ്പൊ ഗൈസ് ഹയാസിനെ പോകട്ടെ. ഹയാസിനെ ഹയാസേ ഹയാസ് എഴുന്നേക്ക്. അപ്പൊ നമുക്ക് പോവാം. ഹംന കണ്ണു തുറന്നു ഗൈസ്. ഉറങ്ങിക്കോ ബ്രാവോ. അപ്പൊ അതേ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഹംനാനെ ഹയാസിനെ എഴുന്നേപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഹയാസിന്റെ മുടിയൊക്കെ ഒന്ന് ഇക്കാക്ക ഈരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹയാസിന്റെ ഉറക്കം അങ്ങോട്ട് കാര്യമായിട്ട് വിട്ടിട്ടില്ല. ഹംന വേഗം പോയിട്ട് ദേ എന്റെ ബാഗ് വാങ്ങിക്കാണ് ഇക്കാന്റെ കയ്യിൽ നിന്ന്. ഹംനക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഓരോരുത്തരുടെ സാധനങ്ങൾ അവള് ഭയങ്കര ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം അവരവർക്ക് വേണ്ടിയിട്ട് അവരവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ ഇന്നത്തെ ഹംനയുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾ ഇതുപോലെ ഷോർട്ട് ഫ്രോക്ക് ഇടിക്കലും ഷൂസ് ഇടിക്കലൊക്കെ ആയിട്ട്. അപ്പൊ ഇന്ന് ഹംനാൻ അതുപോലെയൊക്കെ റെഡിയാക്കിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ കുറേ ഒരു 4 തെങ്ങൊക്കെ ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയം ഭയങ്കര നല്ല സമയമായിരുന്നു കേട്ടോ. എസ്കലേറ്റർ കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു ചേച്ചി അത് സംഭവം സെറ്റാക്കി കേട്ടോ. അപ്പൊ നമ്മൾ വേഗം എസ്കലേറ്ററിലേക്ക് കയറി. ഹംനാനെ ഒറ്റയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ചവിട്ടി നിർത്തുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എസ്കലേറ്ററിൽ. അപ്പൊ ഹംനയാണെങ്കിൽ അതിന്റെ ഭയങ്കര ഒരു ത്രില്ലിലൊക്കെ നിൽക്കാണ്. കുറച്ച് ക്യൂരിയസ് ആയിട്ട് ഒരു എക്സൈറ്റ്മെന്റും ചിരിയൊക്കെ വരുന്നുണ്ട്. ഹയാസ് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കാന്നുള്ളത് ഹയാസിന്റെ പതിവ് പരിപാടിയാണ്. നമ്മൾ നേരെ കയറുന്നത് ഹൈപ്പറിലേക്കാണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഹൈപ്പർ മാർക്കറ്റിൽ തിരക്കൊക്കെ കാണുന്നുണ്ട്. അപ്പൊ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആദ്യം തന്നെ അവിടെ സൈഡാക്കി വെച്ചിട്ട് ഒന്ന് മുകളിലിട്ടൊക്കെ പോകാന്നാണ് വിചാരിച്ചേക്കുന്നത്. ആദ്യം തന്നെ ട്രോളി എടുത്തു. ഹംനാനെ ഹയാസിനെ അതിലേക്ക് ഇരുത്തി. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കണ്ട, വേഗം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു ത്വര ഇങ്ങനെ കയറി വരും. അപ്പൊ ആദ്യം തന്നെ ഹംനാനെ അവിടെ സൈഡാക്കി ഇരുത്തിയിട്ടുണ്ട്. ഹയാസിനെ ഇനി അകത്തേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്താണ് കേട്ടോ. അല്ലെങ്കിൽ 2 പേരും അല്ലെങ്കിൽ ഒരാളെ താഴെ ഇറക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പെറുക്കി കൊണ്ടുവന്ന് വരും. പിന്നെ അതൊരു വാശിയാവും. ഹയാസ് അപ്പം എൻ്റെ വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഹംനാൻ ഇറക്കി വിടാത്തതിൻ്റെ ഒരു മ്ലാനതയുണ്ട്. പിന്നെ അവിടെ ഒരു ക്രിസ്മസ് ഡെക്കോർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് പപ്പാന് പാട്ടൊക്കെ പാടും കേട്ടോ. അപ്പോൾ ഹയാസ് ഹംനയ്ക്ക് ഇങ്ങനെ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നുണ്ട്. ഹംന ആദ്യം ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ. ഹയാസ് കാണിക്കുന്ന കണ്ടിട്ട് ഇത് നൈസായിട്ട് ഇടയിൽ കൂടെയൊക്കെ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട് ഹംന. ക്രിസ്മസിന്റെ ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. പോരാത്തതിന് സൺഡേയും കൂടിയാണല്ലോ. അപ്പോൾ അറിയാലോ മൊത്തത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നാൽ മിസ് ചെയ്യാത്തൊരു സാധനമാണ്. മുന്നത്തെ വ്ളോഗ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ്. അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. അത്യാവശ്യം 1.5-2 മാസത്തേക്ക് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇത്. പിന്നെ നമ്മളിത് അങ്ങനെ സാധനങ്ങളെല്ലാം പെറുക്കി അത്യാവശ്യം 14,000 രൂപയുടെ സാധനങ്ങളൊക്കെ പെറുക്കി ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിലും വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് ഈ ട്രോളി ഇവിടെ സൈഡാക്കിയിട്ട് നമുക്ക് മുകളിലിട്ട് പോകാമെന്ന് ഓർത്തു ഫുഡ് കോർട്ടിലേക്ക്. പിള്ളേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ട്രോളി ഫില്ലായിരുന്നു കേട്ടോ. നമ്മളുടെ ട്രോളി കയറ്റാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹംനയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ആളുടെ ട്രോളി പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിച്ച് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് നമ്മളുടെ കണ്ണിൽ പെട്ടത്. ഹംനയുടെ തലയിൽ നട്ടിട്ടുണ്ടായിരുന്ന തെങ്ങിൻ്റെ ബുഷ് ഒന്നും കാണാനില്ല. എവിടെയോ മിസ്സാക്കിയിട്ടുണ്ട്. ഹംന തന്നെ കളഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ നമ്മൾ ഒരു സ്പേസ് കിട്ടിയപ്പോൾ അവിടെ വേഗം ട്രോളിയൊക്കെ വെച്ചിട്ട് അവിടുത്തെ നമ്മൾ മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞ എസ്കലേറ്റർ കയറാൻ വേണ്ടി വന്നപ്പോഴാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ക്രിസ്മസ് പപ്പാനെയും അതുപോലെ തന്നെ അവിടെ അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ക്രിസ്മസ് പപ്പാനിയുടെ കൂടെയൊക്കെ എടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ ഈ പിള്ളേരെയും കൊണ്ട് ഒരു സെൽഫി എടുക്കാൻ നോക്കിയപ്പോൾ 2 പിള്ളേരും 2 ദിക്കിലേക്ക് നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്നെ തന്നെ എടുത്ത് ഞാൻ നിർവൃതി അണഞ്ഞു. പിന്നെ ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ലുലുവിൽ അത്യാവശ്യം നല്ല ഡെക്കോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ പുറത്തെ എൻട്രൻസിൽ അവരിങ്ങനെ ഒരു ലൈറ്റൊക്കെ വെച്ച് ടണൽ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത് നമുക്ക് എന്തായാലും അവിടെയും കൂടി പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം, പിള്ളേരെയും കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെയും ഇങ്ങനെ കയറി വരുന്നവർ അവിടെ തന്നെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെയും അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടണൽ ലൈറ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നത് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത്തവണ എന്തായാലും വെറൈറ്റി ആയിട്ടാണ് ഇവരും ഡെക്കോർ ചെയ്തേക്കുന്നത് ലുലുവിൽ. ഒരു ക്രിസ്മസിന്റെ വൈബ് എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹംനയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് തൊട്ട് നോക്കാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ട് കേട്ടോ ഹംനക്ക്. ഹയാസ് ആണെങ്കിലും ഞങ്ങളെ വിട്ടിട്ട് അവനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്ക് ഇതുപോലെയൊക്കെ വീഡിയോ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് അത്രമാത്രം ഭയങ്കര മനസ്സിന് സന്തോഷമൊക്കെ ആവണം കേട്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ
ഒക്കെ എടുത്ത് തരാറുള്ളൂ. അപ്പൊ എന്തായാലും ഇത്തവണ ഭയങ്കര സന്തോഷമായി. ഈ ലൈറ്റിങ്ങും ഈ അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങനെ എടുത്തു തന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് പിള്ളേരെ നിർത്തി ഞങ്ങൾ സെൽഫിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ. പിന്നെ ഹംനാക്കും ഹയാസിനും അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കാര്യമായിട്ടില്ലെങ്കിലും. അപ്പൊ നമ്മൾ എന്തായാലും നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്ന് ബർഗർ കിങ്ങിലാണ് കേട്ടോ കയറിയത്. അപ്പൊ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ്. ഇക്കാക്ക ഹയാസിനോട് ഓരോ സാധനങ്ങളൊക്കെ വരും, അപ്പൊ അതങ്ങനെ ട്രൈ ചെയ്യണം, ഇങ്ങനെ ട്രൈ ചെയ്യണം, അങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പൊ നല്ല ഗുഡ് മാനേഴ്സ് ഒക്കെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട്. അവനെ കൊണ്ട് ഫൈനലി ഡീൽ ചെയ്യിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല തലവേദന വരുന്നുണ്ട് കേട്ടോ. തലവേദന അല്ല, ആക്ച്വലി എനിക്കൊരു പല്ല് കംപ്ലൈന്റ് ഉണ്ട്. ഒന്നല്ല 2 പല്ല് കംപ്ലൈന്റ് ഉണ്ട് എൻ്റെ. അപ്പോൾ ആ ഒരു ഏരിയ തൊട്ടിട്ട് എനിക്കൊരു സൈഡ് ഇങ്ങനെ തലവേദന പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം സൈഡായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഫുഡ് വന്നപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ 3 ബർഗറും അതുപോലെ ഒരു കൊക്കക്കോള പിന്നെ 2 ഡെസേർട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. ഞാനതേ ഹയാസ് അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇരുന്ന് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബർഗർ കിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ ഒരു ഗെയിമിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേരായിട്ട്. പിന്നെ അവിൽ മിൽക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് മൂസിയിൽ വന്നിട്ട്, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, അവിടെ വന്നിട്ട് ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. അവിൽ മിൽക്ക് ഇപ്പൊ ഈയിടെയായിട്ട് കുടിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരെന്തോ കോംബോയാണ് ഇക്കാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിൽ മിൽക്കും ഫ്രൂട്ടിന്റെ എന്തോ ഫ്ലേവറുള്ള അവിൽ മിൽക്കും പിന്നെ ഒരു ചീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ. അപ്പൊ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കഴിക്കാനുള്ള സംഭവം ചീസൊക്കെ ആയതുകൊണ്ട് തന്നെ ഹയാസിനും ഹംനാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഞങ്ങൾക്കും ഇഷ്ടമായി. ഞങ്ങളപ്പോൾ അത് ഷെയർ ചെയ്ത് കഴിച്ചു. അതുപോലെ തന്നെ അവിൽ മിൽക്കും ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇക്കാക്ക് ഇനിയും ഒരു അവിൽ മിൽക്കും കൂടി കുടിക്കാം, അത് കുടിച്ചിട്ട് പോരാന്ന് തോന്നിയിട്ട് നോർമൽ വേറൊരു അവിൽ മിൽക്കും കൂടി പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. അവിടുത്തെ അവിൽ മിൽക്കിന്റെ അവിലിനൊക്കെ നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഹയാസ് ആണെങ്കിൽ മുന്നത്തെ അവിൽ മിൽക്ക് വാങ്ങിച്ചതിന്റെ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അത് മാക്സിമം നന്നായി അവന്റെ ഊറ്റി വടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹയാസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചമ്മലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കാണുമ്പോൾ ഒരു മോശമല്ലേ എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. ഹംനാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ച് കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ അതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഹയാസിന്റെ ഈ പ്രവണത കണ്ടിട്ട് ഞാൻ തൊട്ടപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മളേലും വലുതായിട്ടുള്ള ഒരു പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട്, ഹയാസ് അറ്റ്ലീസ്റ്റ് ഈ സ്പൂണൊക്കെ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിലും ആ പുള്ളി അവിടെ നിന്ന് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ അതിങ്ങനെ ഊറ്റി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി, സമാധാനമായി. അപ്പൊ ഞാൻ അതാണ് കേട്ടോ ഈ പറഞ്ഞ് ചിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മളിനി അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട, നമുക്കിനി ഇറങ്ങാം എന്നുള്ള പരിപാടി കേട്ടോ. അത്യാവശ്യം വയറൊക്കെ ഫുള്ളായല്ലോ. ഇന്നാണെങ്കിൽ ഹയാസ് വാശി പിടിച്ചാണ് കേട്ടോ നമ്മുടെ കൂടെ വന്നത്. അല്ലെങ്കിൽ പൊതുവെ ഹയാസ് നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ പൊക്കോ കുഴപ്പമില്ല എന്നുള്ള മൈൻഡാണ്. ഇന്നാണെങ്കിൽ അവൻ എന്തായാലും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് പിള്ളേരെ കൊണ്ട് ഇങ്ങനെ പൊതുവെ പുറത്തേക്ക് പോലും ഇപ്പോൾ കുറവാണല്ലോ. അപ്പോൾ പിള്ളേരെ കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ ലുലുവിലേക്ക്. ഫൈനലി നമ്മളിത് ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ട്രോളി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കവർ വാങ്ങിക്കാറില്ല, ഓൾറെഡി കാറിനാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിക്കിയിലേക്ക് ഇതെല്ലാം പെറുക്കിയിടലാണ് പതിവ്. അപ്പോൾ നമ്മളിത് ട്രോളിയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകാന്നുള്ള പ്ലാനാണേ. അപ്പോൾ എങ്ങനെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ Q&A സെക്ഷനും ഈ ഒരു കുട്ടി ഔട്ടിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ സൺഡേ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ സമയം രാത്രി 10 മണിയോടെ അടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി കാറിൽ കയറിയാൽ പിള്ളേരെ 2 പേരെയും ഡ്രസ്സൊക്കെ മാറ്റി അവരെ കംഫർട്ട് ആക്കിയിട്ട് ഉറക്കാനുള്ള പരിപാടി നോക്കണം. അപ്പൊ നമ്മളിതേ പയ്യെ ഇറങ്ങാണ്. അബ്ബയും മക്കളും കൂടി ട്രോളി തള്ളുന്നുണ്ട്. നമുക്കപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ ടാറ്റാ ബൈ ബൈ, സീ യു.